ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. CUT UG 2020 ഒരു മെഗാ മാരത്തോൺ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CUT UG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതായത് രാജ്യത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സർവകലാശാലകളിൽ ഡിഗ്രി വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു യുനോ ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ മലയാളത്തിൽ വളരെ ഈസിയായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ഏകദേശം 250ഓളം വരുന്ന 250ഓളം വരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകളിൽ ഡിഗ്രി ചെയ്യാനുള്ള അവസരമാണ് ഈ ഡൽഹി. ഉദാഹരണത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതുപോലുള്ള ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നമ്മൾ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അതൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു ഡിഗ്രി കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് CUET-UG എന്ന് പറയുന്നത്. അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ എക്സാമിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡൊമൈൻ കമ്പ്യൂട്ടർ സയൻസ് IP, അതായത് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഹയർ ഡിഗ്രി ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc IT അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതുപോലെയുള്ള കോഴ്സുകളിൽ ഡിഗ്രി റിലേറ്റഡ് ഒരുപാട് കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സും ഞാനിവിടെ പറയുന്നത്. ഇതുമായ എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായും എഴുതിയിരിക്കേണ്ട ഒരു എൻട്രൻസ് ടെസ്റ്റാണ് CUT-UG എന്ന് പറയുന്നത്. അതിൽ ഡൊമൈനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഏകദേശം 26ഓളം സബ്ജക്റ്റുകളിൽ അവർ എൻട്രൻസ് ഉള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, സിലബസ് ഡിസ്കഷൻ ആൻഡ് സ്ട്രാറ്റജി ഫോർ ദി ടോപ്പ് റാങ്ക്. ഓക്കെ, കംപ്ലീറ്റ് സിലബസ്. ഈ എക്സാമിന് എന്തൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ അതായത് ഒരു കമ്പ്യൂട്ടർ സയൻസ് IP എന്നുള്ള ഡൊമൈനിൽ എൻട്രൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര മാർക്കിനാണ് ടോട്ടൽ എക്സാം ചോദിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കാണ് ഇതിൽ ഉണ്ടാവുക, ഏതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള കംപ്ലീറ്റ് ഐഡിയാസ് കിട്ടുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ ക്വറീസ് ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ CUT-UG കമ്പ്യൂട്ടർ സയൻസ് IP ഡൊമൈൻ ആയിട്ട് നമ്മൾ എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി നമുക്ക് സംസാരിക്കാം. CUT കമ്പ്യൂട്ടർ സയൻസ് IPൻ്റെ മാർക്കിംഗ് സ്കീമാണ് കൊടുത്തത്. അതായത് ടോട്ടൽ എത്ര മാർക്കിനാണ് എക്സാം, ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദി എക്സാം എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ടോട്ടൽ MCQ ഇത് MCQ ടൈപ്പ് എക്സാം ആണ്. ടോട്ടൽ MCQ എന്ന് പറയുന്നത് 50 MCQs ആണുള്ളത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എന്താണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഓക്കെ, അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പ്രീവിയസ് പാറ്റേണിൽ നമുക്ക് ഏകദേശം 50 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ 50 ക്വസ്റ്റ്യൻ നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതായത് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ഓക്കെ, ദെൻ ടോട്ടൽ മാർക്സ് 250 ആണ്. അതായത് 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, 50 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 5 മാർക്സ് ഇൻറ്റു 5 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 250 മാർക്കാണ് അല്ലേ? 250 മാർക്സ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. ഓഫ് കോഴ്സ് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഒരു റോങ് ആൻസർ എഴുതി കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കാണ്. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ അൺഅറ്റൻഡഡ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യന് 0 മാർക്കാണ്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി എക്സാം എന്ന് പറയുന്നത് 1 hour ആണ്, 60 minutes ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ടോട്ടൽ MCQ 50 MCQ ആണ് ഉണ്ടാവാം. അതിൽ ടോട്ടൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ്. അതായത് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി ആണ്. ടോട്ടൽ മാർക്ക് 250 ആണ്. 50 × 5 250 മാർക്സ്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി എക്സാം എന്ന് പറയുന്നത് 60 minutes ആണ്. ഒരു കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, -1 നെഗറ്റീവ് മാർക്കിംഗ്. ആൻഡ് അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് 0. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് പേപ്പറിൻ്റെ പാറ്റേൺ ഡിസ്കസ് ചെയ്യാം. സോ പേപ്പർ പാറ്റേൺ ഫോർ CS and IP.
സബ്ജക്ട് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം 308 ആണ്. ഈ പേപ്പർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സെക്ഷൻ. സെക്ഷൻ എ, സെക്ഷൻ B1 ആൻഡ് സെക്ഷൻ B2. ഓക്കെ, അതിൽ സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ഫോർ CS ആൻഡ് IP സ്റ്റുഡൻസ്. ഓക്കെ, ഇറ്റ് ഈസ് കോമൺ ഫോർ CS ആൻഡ് IP. അതായത് ഞാൻ പറയാം, നിങ്ങളിപ്പോൾ +2 നിങ്ങൾ CS എന്നുള്ളതാണ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചെങ്കിലും IP പഠിച്ചതെന്ന് മാറ്റർ അല്ല. എന്ത് പഠിച്ചു കഴിഞ്ഞാലും CS ഉം IP യും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോമൺ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ് സെക്ഷൻ എ. ഓക്കെ, സെക്ഷൻ B1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ CS സ്റ്റുഡൻസ്. ഓക്കെ, ഓൺലി ഫോർ CS സ്റ്റുഡൻസ്. സെക്ഷൻ B2 എന്ന് പറഞ്ഞാലോ, സെക്ഷൻ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫോർ IP സ്റ്റുഡൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കാം, അപ്പോൾ ഞാൻ ചോദിക്കാം നിങ്ങളോട്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലാണ് നിങ്ങളുടെ CUT എക്സാം എഴുതുന്നതെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലാണ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 2 സെക്ഷനാണ്. ഒന്ന് സെക്ഷൻ എ, നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ B1. ക്ലിയർ ആണല്ലോ? കമ്പ്യൂട്ടർ സയൻസിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഈവൻ നിങ്ങൾ IP യിലാണ് ഉദ്ദേശിക്കുന്നത്, CUT എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ, ഓക്കെ, ഇറ്റ് ഈസ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ B2. ക്ലിയർ ആണല്ലോ? സെക്ഷൻ B2. അതായത് എ എന്ന് പറയുന്നത് കോമൺ ഫോർ CS ആൻഡ് IP സ്റ്റുഡൻസ്, ആൻഡ് B1 എന്ന് പറയുന്നത് ഓൺലി ഫോർ CS സ്റ്റുഡൻസ്, B2 എന്ന് പറയുന്നത് ഓൺലി ഫോർ IP സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ IP യിലാണ് നമ്മൾ എക്സാം ഉദ്ദേശിക്കുന്നതെങ്കിൽ, CS ലാണ് നമ്മൾ എക്സാം ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സെക്ഷൻ എയും B1 എഴുതേണ്ടത്. IP യിലാണെങ്കിൽ നമ്മൾ സെക്ഷൻ എയും B2 ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? പാറ്റേൺ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം പേപ്പർ പാറ്റേൺ ഫോർ CS ആൻഡ് IP. സെക്ഷൻ എനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ഫോർ CS ആൻഡ് IP സ്റ്റുഡൻസ്. ഓക്കെ, ഇതിൽ ടോട്ടൽ ചോദിക്കുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ IP യിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കോമൺ ക്വസ്റ്റ്യൻസ് ഫോർ CS ആൻഡ് IP സ്റ്റുഡൻസ്, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ടോപ്പിക് കോമൺ ഇൻ ബോത്ത് സബ്ജക്റ്റ്. അതായത് ഏകദേശം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക്സ് ലൈക്ക് ഡാറ്റാബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലും IP യിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, പിന്നെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ എയിൽ ചോദിക്കുക. സെക്ഷൻ എയിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒന്ന് ഡാറ്റാബേസ് കോൺസെപ്റ്റ്, SQL, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ക്ലിയർ ആണല്ലോ? സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ഫോർ CS ആൻഡ് IP സ്റ്റുഡൻസ്. ടോട്ടൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്? 15 ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഡീറ്റെയിലേക്ക് പോവാം. സെക്ഷൻ B1 പറ്റിയിട്ടാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് സെക്ഷൻ B1 പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സെക്ഷൻ B1 ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഓൺലി ഫോർ CS സ്റ്റുഡൻസ്. ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 35 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് അറ്റംപ്റ്റ്സ് ഇഫ് യു സ്റ്റഡീഡ് CS ഇൻ ക്ലാസ് 12 നിങ്ങൾ CS ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സെക്ഷനാണ് സെക്ഷൻ B1. ഇൻക്ലൂഡ്സ് ഓൾ യൂണിറ്റ്സ് ഓഫ് ക്ലാസ് 12 കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ 35 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? അതായത് ഈ എക്സാമിൽ നമുക്ക് ടോട്ടൽ ഉള്ളത് 50 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ സെക്ഷൻ B1 നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. സെക്ഷൻ എയിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികളെ എഴുതേണ്ടത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ B1 ആണ് അല്ലേ? സെക്ഷൻ എയും സെക്ഷൻ B1 ആണ് എഴുതേണ്ടത്. ഇതിൽ സെക്ഷൻ എയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 15 ക്വസ്റ്റ്യൻ, ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി ആണ്. 15 ക്വസ്റ്റ്യൻസ്. ആൻഡ് സെക്ഷൻ B1 നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 35 ക്വസ്റ്റ്യൻസ് ആണ്. സോ 35 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്? അപ്പോൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഫോർ CS എന്ന് പറയുന്നത് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? 50 ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഈച്ച് ക്വസ്റ്റ്യന് 5 മാർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 × 5 ടോട്ടൽ 250 മാർക്സ്. ഓക്കെ, 250 മാർക്സ്. ക്ലിയർ ആണല്ലോ? കമ്പ്യൂട്ടർ സയൻസ് CS in class 12 include all units of class 12 in computer science.
ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിച്ച മുഴുവൻ നിങ്ങൾ ക്ലാസ് 12ൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച മുഴുവൻ ടോപ്പിക്കാണ് ഇവിടെ കവർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ടോപ്പിക്ക് സെക്ഷൻ എയിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സെക്ഷൻ എയിലുള്ളത് ഡാറ്റാബേസ് കോൺസെപ്റ്റ്. ഞാൻ നേരത്തെ കൂടെ എഴുതാം. ഡാറ്റാബേസ് കോൺസെപ്റ്റ് ഉണ്ട്, ഡാറ്റാബേസ് കോൺസെപ്റ്റ്സ്. അതുപോലെ SQL ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ എയിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതായത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ എക്സാം CUT എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഡാറ്റാബേസ് കോൺസെപ്റ്റ് SQL ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനി സെക്ഷൻ B1ലേക്ക് വരുമ്പോഴോ, സെക്ഷൻ B1ലേക്ക് എന്നാൽ കമ്പ്യൂട്ടർ സയൻസിൽ മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ആണ് പഠിക്കുക. അതായത് ഫയൽ ഹാൻഡ്ലിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫയൽ ഹാൻഡ്ലിങ്ങിൽ നമുക്ക് ടെക്സ്റ്റ് ഫയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ബൈനറി ഫയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ നമുക്ക് CSV ഫയൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കാം. അതുപോലെ നമുക്ക് സ്റ്റാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാക്ക് കോൺസെപ്റ്റ്, സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ക്യൂ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ, ക്യൂ ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ പൈത്തണിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ സെർച്ചിങ് ആൻഡ് സോർട്ടിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സയൻസിൽ CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കവർ ചെയ്യേണ്ട ടോപ്പിക്. ഒന്ന്, സെക്ഷൻ എയിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ഡാറ്റാബേസ് കോൺസെപ്റ്റ്സ്, SQL, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. സെക്ഷൻ B1ൽ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫയൽ ഹാൻഡ്ലിങ്, ടെക്സ്റ്റ് ഫയൽ, ബൈനറി ഫയൽ, CSV ഫയൽ, സ്റ്റാക്ക്, ക്യൂ, സെർച്ചിങ് ആൻഡ് സോർട്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് സെക്ഷൻ B1ൽ 35 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ എയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ, ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഡീറ്റെയിലേക്ക് പോവാം. ഇനി അടുത്തത് സെക്ഷൻ B2, അതായത് ഓൺലി ഫോർ IP സ്റ്റുഡൻസ്. ഇതിൽ അവർ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 35 ക്വസ്റ്റ്യൻസ് ആണ്. അറ്റംപ്റ്റ് ഇഫ് യു സ്റ്റഡീഡ് IP ഇൻ ക്ലാസ് 12. ഓക്കെ, ഇൻക്ലൂഡ് ഓൾ യൂണിറ്റ്സ് ഓഫ് 12th IP. ഇതിൽ നമുക്ക് പറയൂ IP IPയിൽ CUT എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എഴുതേണ്ടത് 2 സെക്ഷനാണ് അല്ലേ. ഒന്ന് സെക്ഷൻ A ആണ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് സെക്ഷൻ സെക്ഷൻ B2 ആണ്. ഓക്കെ, സെക്ഷൻ എയിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡാറ്റാബേസ് കോൺസെപ്റ്റ്. ഓക്കെ, സെക്ഷൻ എയിൽ ഡാറ്റാബേസ് കോൺസെപ്റ്റ്സ് ഉണ്ട്, അതുപോലെ SQL ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് സെക്ഷൻ എയിലുള്ളത്. ഓക്കെ, സെക്ഷൻ എയിൽ. ഇനി നമുക്ക് സെക്ഷൻ B2 എന്ന് പറഞ്ഞാൽ ഇത് ഓൺലി ഫോർ IP സ്റ്റുഡൻസ് ആണ്. അതായത് IPയിൽ സ്പെസിഫിക് ആയിട്ട് പഠിച്ച ടോപ്പിക്കാണ് ഇതിൽ ചോദിക്കാം. IPയിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിച്ച ടോപ്പിക് ഏതാണ്? നമ്മൾ പൈത്തൺ പാണ്ടാസ് പഠിച്ചിട്ടുണ്ടല്ലേ. പൈത്തൺ പാണ്ടാസ് പാർട്ട് 1 ചോദിക്കും, അതുപോലെ പാണ്ടാസ് പാർട്ട് 2 ചോദിക്കും. ഓക്കെ, പാർട്ട് 2. അതുപോലെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്ത് പ്ലോട്ട്, പൈത്തൻ്റെ മാത്ത് പ്ലോട്ട് ലിപ്പ്. ഓക്കെ, ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യുന്ന മൊഡ്യൂളാണ് മാത്ത് പ്ലോട്ട് ലിപ്പ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ IP ഇല്ല 250 മാർക്ക്, IP റിലേറ്റഡ് ആയിട്ടുള്ള CUTയിലെ 250 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇറ്റ്സ് ഓൺലി ഫോർ ദ IP സ്റ്റുഡൻസ് ആണ്. അപ്പോൾ IPയിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എത്രയാണ്? ഇതിൽ 35 ക്വസ്റ്റ്യൻസ്. സെക്ഷൻ എയിലെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സെക്ഷൻ B2ലെ 35 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടോട്ടൽ അവർ അറ്റൻഡ് ചെയ്യുന്നത് 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 50 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 മാർക്സ്. ക്ലിയർ ആണല്ലോ. സബ്ജക്ട് കോഡ് 308. ഓക്കെ, ഇനി അടുത്തൊരു ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ഡീറ്റെയിൽ നോക്കാം. എക്സാമ്പിൾ സ്കോർ കാൽക്കുലേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ എക്സാമിന് നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് ലെവൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഡെമോ സെറ്റ് ചെയ്തതാണ് ഇവിടെ.
അതായത് ഇപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 40 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 40 ഇൻറ്റു 5, അതായത് ഒരു കറക്റ്റ് മാർക്കിന്, ഒരു കറക്റ്റ് ആൻസറിന് 5 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 40 ഇൻറ്റു 5 200 മാർക്സ് ആയിരിക്കും. 5 ക്വസ്റ്റ്യൻ നിങ്ങൾ റോങ് ആൻസർ എഴുതി കഴിഞ്ഞാൽ ഒരു റോങ് ആൻസറിന് -1 കുറയും. അപ്പോൾ 5 റോങ് ആൻസർ എഴുതി കഴിഞ്ഞാൽ -5. 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല, അറ്റൻഡ് ചെയ്യാത്തതിന് പ്രത്യേകിച്ച് മൈനസ് മാർക്കൊന്നും റെഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 200 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 195 ആയിരിക്കും നിങ്ങളുടെ സ്കോർ. 195 ക്ലിയർ ആണല്ലോ. അതായത് 40 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു 200 മാർക്ക്, 5 ക്വസ്റ്റ്യൻ നിങ്ങൾ റോങ് ആൻസർ എഴുതി -5 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യന് -1 ആണ്. 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല, അതിന് 0 മാർക്ക്. അപ്പോൾ 195 ആണ് നിങ്ങളുടെ സ്കോർ. ക്ലിയർ ആണല്ലോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഡീറ്റെയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഞാൻ അടുത്തൊരു ഡീറ്റെയിൽ നോക്കാം. ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, ഈ എക്സാമിൽ 250 ഔട്ട് ഓഫ് 250 സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറയുന്നത്. എവറി കറക്റ്റ് ആൻസർ ഗിവ് യു 5 മാർക്സ്. ഓക്കെ, സോ ആക്യുറസി മാറ്റേഴ്സ് എ ലോട്ട്. അതായത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഗസ് ചെയ്ത് അവോയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് 100% നിങ്ങൾ കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ഷുവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആൻസർ നിങ്ങൾ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മാത്രമേ നിങ്ങൾ ആ ആൻസർ ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ. സോ ബിക്കോസ് ഓഫ് നെഗറ്റീവ് മാർക്കിംഗ് -1 അവോയ്ഡ് ബ്ലൈൻഡ് ഗസ്സിങ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അപ്പം ബി കെയർഫുൾ. വെറുതെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരു റാൻഡം ആയിട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. CSIP ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് സ്കോറിംഗ് CUT ഡൊമൈൻ if Python, SQL, നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ ഹാൻഡ്ലിങ്സ് ആർ സ്ട്രോങ്. അതായത് പൈത്തൺ, SQL, നെറ്റ്വർക്കിംഗ്, ഡാറ്റ ഹാൻഡ്ലിംഗ്, അതായത് ഡാറ്റ ഹാൻഡ്ലിംഗ് ഇൻ പാണ്ടാസ് അല്ലെങ്കിൽ മാറ്റ്പ്ലോട്ട്ലിപ്പ്, ഇത്രയെല്ലാം ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് സ്കോറിംഗ് CUT ഡൊമൈൻ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് സിലബസിലെ ഈച്ച് ആൻഡ് എവരി ടോപ്പിക്സിനെ വെച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ വീഡിയോസ് നമ്മളൊരു 12 ദിവസത്തെ മാരത്തോൺ സീരീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ടോപ്പിക്കിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറൗണ്ട് 25 MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ ഇതിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് എല്ലാം ക്ലിയർ ആയിരിക്കുന്നതാണ്. ഈ CS ആൻഡ് IP സിലബസിലെ മുഴുവൻ ടോപ്പിക്കും ഏകദേശം 2 വീക്സ് എടുത്തിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലെ എല്ലാ വീഡിയോസും തറോ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അതായത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ പ്ലേലിസ്റ്റിലെ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ Day 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് കോൺസെപ്റ്റ് ആണ്. Day 2 നമുക്ക് കാണാം. Day 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. അതുപോലെ ഇനി Day 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. Day 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ആൻഡ് Day 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ആൻഡ് Day 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊസൈറ്റൽ ഇമ്പാക്ട്സ് ആൻഡ് സെക്യൂരിറ്റി. Day 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡേറ്റ. ഓക്കെ, ദെൻ Day 7 വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ പൈത്തൺ. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ടോപ്പിക്കാണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ പൈത്തൺ. അതായത് CSIP നമ്മൾ ടുഗദർ ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ എക്സെപ്ഷൻ ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ പൈത്തൺ. പിന്നെ Day 8 നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് യൂസിങ് പാണ്ടാസ്. ഓക്കെ, ഇത് IP റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ Day 9 നമ്മൾ സ്റ്റാക്ക് ആൻഡ് ക്യൂ, ഇത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് ഡിസ്കസ് ചെയ്യും. Day 10 പ്ലോട്ടിംഗ് ഡാറ്റ യൂസിങ് മാത്പ്ലോട്ട്ലിക്, ഇത് IP റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതാണ് Day 10 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ Day 11 വരികയാണെങ്കിൽ Day 11 നമ്മൾ സെർച്ചിങ് ആൻഡ് സോർട്ടിങ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ Day 12 നമ്മളൊരു മോക്ക് ടെസ്റ്റ്, അതായത് 250 to 250. സോ Day 12 വരുമ്പോൾ മോക്ക് ടെസ്റ്റ് 1 250/250 സക്സസ് സ്ട്രാറ്റജി, അതായത് CUT എക്സാമിൽ കമ്പ്യൂട്ടർ സയൻസ് IP ഡൊമൈനിൽ എങ്ങനെ നമുക്ക് 100% മാർക്ക് വാങ്ങാം, 250 ഔട്ട് ഓഫ് 250 എങ്ങനെ സ്കോർ ചെയ്യാമെന്നുള്ളത് എൻ്റെ ലൈവായിട്ട് ഞാൻ അവരെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് കാണിക്കുന്നുള്ള മോക്ക് ടെസ്റ്റിൻ്റെ സീരീസാണ് Day 12 നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാം, ഈ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യുന്നത് CS ക്ലാസ്സസ് ബൈ അനീസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്.
അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടാം. ഇതിൽ നമ്മൾ പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, CUT 2027 മാരത്തോൺ സീരീസിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഈ നമ്മൾ ഇതിൽ ഈ സിലബസ് ടോപ്പിക് തന്നെ നിങ്ങൾക്ക് ഒന്നും പാടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ് 12 കമ്പ്യൂട്ടർ സയൻസിൻ്റെ IPൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൽ വൺ ഷോട്ട് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് തറവായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോൺസെപ്റ്റും തറവായിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇനി അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഞാൻ പറഞ്ഞു ഈ എക്സാം എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ CUT.NTA.NIC.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. കോമൺ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് UG ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഡേറ്റ് ഞാൻ എഴുതാണ്. മെയ് ആദ്യം മുതൽ മെയ് 1 മുതൽ അല്ലെങ്കിൽ മെയ് 31 ഇടക്കാണ് സാധാരണ എക്സാം നടക്കാറ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്മുടെ എക്സാം 2027 എക്സാം നടക്കാൻ പോകുന്നത്. ജനുവരി ആകുമ്പോൾ ഏകദേശം 2021 ജനുവരി ആകുമ്പോൾ ഏകദേശം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയാണ് നോട്ടിഫിക്കേഷൻ വരിക. ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് വരെ നിങ്ങൾക്ക് സമയം ഉണ്ടാവും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈം നോക്കുക, അപ്ലിക്കേഷൻ ടൈം നോക്കുക, അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവർ പബ്ലിഷ് ചെയ്യുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്, http://CUT.NTA.NIC.in. ഓക്കെ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് NTA ഒക്കെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇതിൻ്റെ എൻട്രൻസ് നടത്തുന്നത്. .NIC.in. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് CUTൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് CUT.NTA.NIC, ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഹോം, എബൌട്ട് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്ന ഇൻഫർമേഷൻസ്, സിലബസ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് സിലബസ് ഈ വെബ്സൈറ്റിലുണ്ട്. യൂണിവേഴ്സിറ്റി, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി സിൽച്ചാർ, ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സെൻട്രൽ സാൻസ്കൃത് യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി, സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ്. ഇതുപോലെ ഏകദേശം 49ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസുകളുണ്ട്. ഓക്കെ, അപ്പം അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട എക്സാമാണ്. കാരണം ഉണ്ടോ ഇതുപോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടോ, ഏകദേശം നമുക്ക് കാണാം 41 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, 41 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ബാബ ഗുലാം ഷാ യൂണിവേഴ്സിറ്റി, ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതായത് 41 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, നമുക്കിവിടെ ഡീറ്റെയിൽ കാണാം. ഏകദേശം 27 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഉണ്ടോ, ICFI ഹൈദരാബാദ്, IIS ഉണ്ട് ജയ്പൂർ, ഒരുപാട് ജാമ്യ ഹൈദരാബാദ്, ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. 27ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ ഇനി ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്പേഴ്സ് വളരെ കൂടുതലാണ്. അറൗണ്ട് 120ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് കാണാം. ഞാൻ എല്ലാത്തിൻ്റെ പേര് വായിക്കുന്നില്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. NTAൻ്റെ ഈ CUT വെബ്സൈറ്റിൻ്റെ CUT ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. 120ഓളം 120 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അത് കഴിഞ്ഞു ബാക്ക് പോയി കഴിഞ്ഞാൽ ഇനി അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏകദേശം 7ഓളം അതർ യൂണിവേഴ്സിറ്റീസ്. ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് കോളേജ് ഫോർ വുമൺ ജമ്മു കാശ്മീർ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ICAR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി, നാഷണൽ ഫോറൻസിക് സയൻസ് NFSU ഒക്കെ വലിയ വലിയ കോളേജുകളാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇത്രയും നല്ല കോളേജുകൾ ഏകദേശം ഇപ്പോൾ നമ്മൾ മൊത്തം ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ഞാൻ പറഞ്ഞുതരാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി അറൗണ്ട് 49 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ഇവിടെ 49 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇവിടെ ഉണ്ടോ 49 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 49. അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ നോക്കി ഏകദേശം 41 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ നോക്കി 27 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അറൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത 120 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്.
അതായത് ഗവൺമെൻറ് ഐക്കാർ പോലത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7 ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 244 യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അപ്പം ഒരു എക്സാം നിങ്ങൾ എഴുതുന്നതോട് കൂടി നിങ്ങൾക്ക് ഉണ്ടോ 244 ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആണ്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. വെറുതെ ഒരു ചാൻസ് മിസ്സാക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് 250/250 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതിന് ആ ജേണിയിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഒക്കെ 250/250, അതായത് 250 മാർക്കും 250 മാർക്കും എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് സക്സസ് സ്ട്രാറ്റജീസ് നമ്മളിവിടെ നമ്മളെ ഈ ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മളെ വീഡിയോസ് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.